കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുൻ അടക്കം 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈശ്വർ മാൽപ്പെ അടക്കം 4 ഡൈവർമാരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. നേവിയുടെ 2 ഡൈവേഴ്സ് അല്പസമയത്തിനകം പരിശോധനയ്ക്കിറങ്ങും. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘവും താമസിയാതെ അങ്ങോട്ടേക്കെത്തും. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് സോണൽ കൃഷ്ണ. ഒരു ശുഭപ്രതീക്ഷയുണ്ടോ? കണ്ടിപ്പാ നിന്നെ ഒരു ജാക്ക് കിട്ടിയിട്ടുണ്ടല്ലേ, ആ സ്ഥലത്തിൽ നോക്കുക. പിന്നെ കീഴിലെ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ ജീവൻ നോക്കുന്നു. ഡീസലിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തുന്നുണ്ടെന്ന് പറയുന്നു. കൊഞ്ചമായിട്ട് മേലെ കാണുന്നുണ്ട്, ആ സ്ഥലം നോക്കും. തിരച്ചിലിന് മുന്നോടിയായി ഈശ്വർ മാൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി സോണൽ ചേരുകയാണ്. സോണൽ, നാവികസേന അടക്കമുള്ള സഹായങ്ങൾ, അവരുടേതടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാണോ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ കൈമാറാൻ കഴിയുന്നുണ്ടോ സോണൽ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഈശ്വർ മാൽപ്പയുടെ 4ാമത്തെ ഡൈവും അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുമ്പ് നേവിയുടെ ഡൈവേഴ്സും പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ആധുനിക സംവിധാനത്തോടു കൂടി തന്നെയാണ് നാവികസേനയുടെ ഡൈവേഴ്സും ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഔദ്യോഗികമായ അറിയിപ്പുകൾക്കോ മറ്റോ കാത്തു നിൽക്കാതെ ഈശ്വർ മാൽപ്പ തന്നെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ നേവിയും അതുപോലെ തന്നെ SDRF സംഘവും അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രധാനമായി പറയേണ്ടത്, ഈ സംഘങ്ങളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രത്യേക കേന്ദ്രങ്ങളായി തിരിച്ച് ആ 3ാമത്തെ പോയിന്റിൽ, അതായത് ലൊക്കേറ്റ് ചെയ്ത 3ാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ പോയിന്റ് എയിലും അതുപോലെ തന്നെ പോയിന്റ് ബിയിലും സിയിലും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പ്രാഥമികമായി നടത്തിയിരുന്നു. ഇതിനുശേഷം സംയുക്തമായി പോയിന്റ് 3, അതായത് സിയിലാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നത്. നേവിയുടെ സംഘങ്ങൾ ഉൾപ്പെടെ അവിടെ തന്നെയാണ് പരിശോധന നടത്തുന്നത്. NDRF ബോട്ടും അവിടെ ഇറക്കി കൃത്യമായിട്ടൊരു പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കാർവാർ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സെയിൽ സ്ഥലത്തെത്തി ഈശ്വർ മാൽപ്പയുമായി അല്പസമയം മുമ്പ് ചർച്ച നടത്തിയിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ തന്നെ കൂടുതൽ സജ്ജമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കൂടുതൽ ഫോഴ്സ്, പോലീസ് ഉൾപ്പെടെയുള്ള കൂടുതൽ ഫോഴ്സ് ഇവിടെയുണ്ട്. മറ്റൊന്ന് പ്രധാനമായി പറയുന്നത്, ഈ സ്പോട്ടിൽ നിന്നും മാധ്യമങ്ങൾക്ക് വലിയ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ബാരിക്കേഡ് വെച്ച് അവിടെ നിന്ന് മാധ്യമങ്ങളെ മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ മാധ്യമങ്ങളുമായി പോലീസ് നിരന്തരം തർക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി പ്രദേശത്തുണ്ട് എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിലെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിശോധനയുടെ വിവരങ്ങൾ കൈമാറുന്നത് മുതൽ തന്നെ മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹകരിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേവിയും അതുപോലെ തന്നെ SDRF മാൽപ്പയും ചേർന്ന കൃത്യമായി സംയുക്തത്തോടു കൂടി അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഗൗരവമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചില ശുഭസൂചന ആദ്യത്തെ ഡൈവിൽ തന്നെ മാൽപ്പയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ തുടർച്ചയെന്നോണമാണ് വീണ്ടും 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഇവിടെ പുരോഗമിക്കുന്നത്. സോണൽ, അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നടത്തിയ തെരച്ചിലും ഒരു ലോഹ ഭാഗം കണ്ടെത്തി എന്നുള്ള വിവരം നമുക്ക് ഉണ്ടല്ലോ. അത് ഈ ലോറിയുടെ തന്നെ, അർജുൻ്റെ ലോറിയുടെ ലോഹ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതൊരു ലോക്ക് ആണ് എന്നുള്ള നിലയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ. വിനോദ്, അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ്. അർജുന്റെ ലോറിയുടേതല്ല, അത് മുങ്ങിയ മറ്റ് കണ്ടെയ്നറിൻ്റെതാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അത് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ലോറിയുടേതല്ല, കണ്ടെയ്നറിന്റെ ലോക്കാണ് ലഭിച്ചിരിക്കുന്ന ലോഹഭാഗം എന്ന് ഔദ്യോഗികമായി ഇത്തരത്തിൽ മനാഫ് തന്നെ സ്ഥിരീകരിച്ചു, മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്ന സമയത്ത് മറ്റ് വസ്തുക്കൾ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു സൂചനയായി കണ്ട പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, റഡാർ പരിശോധനയും മറ്റ് സോണാർ പരിശോധന എല്ലാം തന്നെ നടത്തിയ സമയത്ത് കൂടുതൽ സിഗ്നലുകൾ ലഭിച്ച സ്പോട്ട് 3യിലാണ് ഇപ്പോൾ സംയുക്തമായിട്ട് മാൽപ്പയും സംഘവും അതുപോലെ തന്നെ നേവിയും ചേർന്നുള്ള പരിശോധന നടത്തുന്നത്. നേവിയെ സംബന്ധിച്ച് നമുക്കറിയാം, ആദ്യമായാണ് അവരുടെ നേവിയുടെ ഡൈവേഴ്സ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ്, അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് 10 മണിക്ക് ശേഷം മാൽപ്പ ഇറങ്ങിയത് കഴിഞ്ഞ് ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷമാണ് നേവിയുടെ സംഘവും അനുമതി ലഭിച്ചതോടുകൂടി ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇതിനുശേഷം സംയുക്തമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കേന്ദ്രം തിരഞ്ഞെടുക്കുന്നു. അതാണ് ഏറ്റവും സിഗ്നൽ കൂടുതൽ കിട്ടിയ 3ാമത്തെ പോയിന്റ്. അവിടെയാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള തിരച്ചിൽ മുങ്ങൽ വിദഗ്ധരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് നടത്തുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വിനോദ.